ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ അനുക്കുട്ടിയാണെങ്കിൽ വിഷമിക്കുകയാണ്, ഒരുപാട് കരയുകയാണ്. ഞാൻ അമ്മയെ എത്രമാത്രം കുറ്റപ്പെടുത്തി, അമ്മയുടെ കുഞ്ഞിനെയാണല്ലോ ഞാൻ ഇത്രയും നാളം കൊണ്ട് നടന്നതെന്നൊക്കെ വിചാരിക്കുന്നു. അനുക്കുട്ടിക്കാണെങ്കിൽ ചെയ്ത തെറ്റുകളെല്ലാം ഓർത്ത് പശ്ചാത്താപം ഉണ്ടാക്കുകയാണ്. അതേസമയം വിപിനാണെങ്കിൽ അനുക്കുട്ടിയെ എല്ലായിടത്തും തേടുന്നു. പിന്നീട് അനുക്കുട്ടിയാണെങ്കിൽ മഴ നനഞ്ഞിട്ട് വീടിൻ്റെ വെളിയിലിരിക്കുകയാണ്. ആ സമയത്ത് ഓർക്കുകയാണ്, വിപിൻ ചേട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണോ? അങ്ങനെയെങ്കിൽ പിന്നെ ഞാൻ ഇനിയും അമ്മയോട് എങ്ങനെ കുഞ്ഞിനെ ചോദിച്ച് ചെല്ലുമെന്നൊക്കെ. വീട്ടിലേക്കാണെങ്കിൽ വിപിൻ വരുന്നു. വിപിനാണെങ്കിൽ അനുക്കുട്ടിയെ കാണുമ്പോൾ വഴക്ക് പറയുകയാണ്. നീ എവിടെ പോയതാണ്? എവിടെയാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അനുക്കുട്ടിയാണെങ്കിൽ വിപിനോട് പറയാണ്, വിപിൻ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കണോ? എൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതൊക്കെ വിശ്വസിക്കണോ എന്ന് ചോദിക്കുകയാണ്. വിപിൻ അപ്പോൾ പറയാണ്, നിന്നെ വിശ്വസിപ്പിക്കാനുള്ള എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് അനുക്കുട്ടിയെ പിടിച്ചു വലിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്നു. വിപിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് എഗ്രിമെൻ്റ് എടുത്ത് അനുക്കുട്ടിയെ കാണിക്കുകയാണ്. അനുക്കുട്ടിയാണെങ്കിൽ എഗ്രിമെൻ്റ് എല്ലാം വായിക്കുന്നു. അതിനുശേഷമാണെങ്കിൽ ഒരുപാട് പൊട്ടിക്കരയുകയാണ്. പിന്നീട് അനുക്കുട്ടി കരഞ്ഞുകൊണ്ടാണെങ്കിൽ സംഗീതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സംഗീതയാണെങ്കിൽ കുഞ്ഞിനെ കൊഞ്ചിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടിയെ കാണുമ്പോൾ സംഗീത പറയുകയാണ്, നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ നോക്കിയത്. ഞാൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നിന്നെ ശല്യം ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നു. കുട്ടി അപ്പോൾ കരഞ്ഞുകൊണ്ട് കാല് പിടിക്കുകയാണ് സംഗീതാമ്മയോട് പറയുകയാണ്, എനിക്കാണെങ്കിൽ തെറ്റു പറ്റിയെന്ന്. ഞാൻ ചെയ്ത തെറ്റൊക്കെ പൊറുക്കില്ല എന്ന് ചോദിക്കുന്നു. സംഗീത അപ്പോൾ ചോദിക്കുകയാണ്, അമ്മയ്ക്കല്ലാതെ തെറ്റുകളൊക്കെ ആർക്ക് പൊറുക്കാൻ പറ്റുമെന്ന്? ശരിക്കും നിനക്കിപ്പോൾ എന്താണ് പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നു. സംഗീതയാണെങ്കിൽ അനുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അനുക്കുട്ടിയാണെങ്കിൽ അമ്മയോട് പറയുകയാണ്, അമ്മയ്ക്ക് എന്നോട് ഒരു വാക്കെങ്കിലും പറയാമായിരുന്നുവെന്ന്. ഞാനാണെങ്കിൽ എത്രമാത്രം കുറ്റപ്പെടുത്തി, അപ്പോഴെങ്കിലും പറയില്ലായിരുന്നു അമ്മയുടെ കുഞ്ഞാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന്. സംഗീതയ്ക്കാണെങ്കിൽ അനുക്കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ ഷോക്കുമാകുന്നു, അതുപോലെ വിഷമവുമാകുന്നു. സംഗീത ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് അറിഞ്ഞതെന്ന്. അനുക്കുട്ടി അപ്പോൾ പറയാണ്, വിപിൻ ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന്. സംഗീതയാണെങ്കിൽ അനുക്കുട്ടിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അനുക്കുട്ടിയാണെങ്കിൽ ഒരുപാട് കരയുന്നു. പിന്നീട് അനുക്കുട്ടി കുളിച്ച് മിടുക്കിയായിട്ടാണെങ്കിൽ സംഗീതയുടെ അടുത്ത് ചെന്ന് കണ്ണു പൊത്തിക്കൊണ്ട് അമ്മുക്കുട്ടി എന്ന് വിളിക്കുകയാണ്. സംഗീത അപ്പോൾ പറയാണ്, ഇതുപോലൊരു വിളി കേൾക്കാൻ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. ഇനിയും നടക്കത്തില്ലെന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ എനിക്ക് സന്തോഷമായെന്നൊക്കെ പറയുന്നു. അനുക്കുട്ടി പറയാണ്, നമുക്ക് അച്ഛയെ വിളിക്കണ്ടേ, അച്ഛയോട് എല്ലാ കാര്യങ്ങളും പറയണ്ടേ എന്ന്. സംഗീത അപ്പോൾ പറയണം, അതാണെങ്കിൽ ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാകത്തില്ല, നേരിൽ പോയിട്ട് പറഞ്ഞാലേ ശരിയാകത്തുള്ളൂവെന്ന്. അതുമാത്രമല്ല, വൈകിയും ഇവിടെ നിന്ന് പോകണം, അത് കഴിഞ്ഞ് നന്ദേട്ടൻ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നു. അനുക്കുട്ടി അപ്പോൾ പറയാണ്, ഇനി ഞാൻ വൈകിയെ മൈൻഡ് ചെയ്യത്തില്ല, അവരെ എത്രയും പെട്ടെന്ന് നമുക്ക് പറഞ്ഞു വിടണം, അവരെ എനിക്കിനി കാണുന്ന പോലും ഇഷ്ടമല്ല എന്നൊക്കെ പറയാണ്. അനുക്കുട്ടി പറയാണ്, എൻ്റെ കുഞ്ഞു മരിക്കാൻ കാരണം നീലിമയാണ്, നീലിമയെ ഹെൽപ്പ് ചെയ്തത് ലക്ഷ്മിയമ്മയാണ്, രണ്ടുപേരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയാണ്. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് നമുക്ക് സന്തോഷമായിട്ട് പഴയതുപോലെ ജീവിക്കണമെന്നൊക്കെ അനുക്കുട്ടി പറയുന്നു. അനുക്കുട്ടി അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് സംഗീത അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഒന്നും സന്തോഷിക്കാറായിട്ടില്ല, ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അനുക്കുട്ടിക്ക് അതൊന്നും അറിയത്തില്ലല്ലോ എന്ന് വിചാരിക്കുകയാണ്. പിന്നീട് അനുക്കുട്ടിയാണെങ്കിൽ നീലിമയെ ഫോൺ ചെയ്യുന്നു. നീലിമ അപ്പോൾ പറയണം, അനുക്കുട്ടിയുടെ ജീവിതം തകർക്കണമെന്നൊന്നും കരുതിയതല്ല, പക്ഷേ വിപിൻ്റെ സ്വഭാവം അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ ഫോട്ടോയൊക്കെ അയച്ചതെന്ന്. അനുക്കുട്ടി അപ്പോൾ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമ്മളെ രണ്ടുപേരെയും ആ മനുഷ്യൻ ചതിച്ചതല്ലേ, അയാളുടെ ശരിക്കുള്ള മുഖം പുറത്തു കൊണ്ടുവരണം. ഈ ഫോട്ടോ കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല, നമുക്ക് വേറെ തെളിവുകൾ വേണം. അതുകൊണ്ട് ചേച്ചിയാണെങ്കിൽ വീട്ടിലേക്കൊന്ന് വരണം, വീട്ടിൽ വന്നിട്ട് എല്ലാവരോടുമായിട്ട് ഈ കാര്യമൊക്കെ പറയണം. അതിനുശേഷം ഞാൻ വീട്ടിൽ നിന്നും അയാളെ ഇറക്കി വിടുമെന്നൊക്കെ പറയുകയാണ്. നീലിമയാണെങ്കിൽ ആദ്യം ഞാൻ വരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുക്കുട്ടി ഉറപ്പായിട്ടും വരണമെന്ന് പറയുന്നു. നീലിമയാണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം ആലോചിക്കുകയാണ്, ഞാൻ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടന്നെന്ന്. അതേസമയം അനുക്കുട്ടി വിചാരിക്കുന്നുണ്ട്, നീ ഇവിടെ വാ, നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാമെന്ന്. നീലിമയാണെങ്കിൽ വൈകിയെ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് പറയണം, അനുക്കുട്ടി എന്നെ വിളിച്ചിരുന്നു. വിപിനോടാണെങ്കിൽ ആ ഫോട്ടോയുടെ കാര്യം അനുക്കുട്ടി ഇതുവരെയും പറഞ്ഞിട്ടില്ല, പക്ഷേ നാളെയാണെങ്കിൽ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാനാണ് പ്ലാന്. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് എന്നെയും അവൾ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതോടെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്നു. സെക്കൻഡ് പാർട്ടിനായിട്ട് അടുത്ത വീഡിയോ കാണുക. താങ്ക്